ഈ സ്ഥാപനം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവൾ ഗർഭിണിയതിന് ശേഷമുള്ള ഇപ്പോഴത്തെ 5-6 മാസത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. തട്ടിപ്പ് എന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർ അറിയേണ്ടതാണ്. സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരും നടത്തുന്നവരും ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വരുന്ന കസ്റ്റമർ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു 1000 രൂപ എന്നിരിക്കട്ടെ, 1000 രൂപ QR കോഡ് ഞങ്ങളുടെ ഓഫീസിന്റെ വർക്ക് ചെയ്യുന്നില്ല. പല ദിവസങ്ങളും മറ്റേ QR കോഡ് മാറ്റി വെച്ചിട്ട് ഇവർ ഇത് QR കോഡ് എന്ന് കാണിക്കുന്നു. അപ്പോൾ പലരും ചോദിച്ചു, ഇതിൽ വേറെ പേരാണല്ലോ വരുന്നത്. അത് പുള്ളിക്കാരിക്ക് സൂയില്ലാത്തതിന്റെ അക്കൗണ്ടിന്റെ നമ്പറാണ്. എന്തിന് ഇതിനകത്ത് ഒരു കുട്ടി ഇതിനകത്ത് എന്തോ OBOC എന്ന് വരെ ഒരു QR കോഡ് ഉണ്ടാക്കി എന്ന് പറയുന്നു. ഈ കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഇത് ഓഡിറ്റർ പറഞ്ഞാണ് നമ്മൾ അറിയുന്നത് പൈസ പോയിരിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 34 ലക്ഷം രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്നു. മൊത്തം പരിശോധിച്ചപ്പോൾ 69 ലക്ഷം രൂപയാണ് കണക്ക് വഴി മാത്രം പോയിരിക്കുന്നത്. ഇവര് ഇത് സമ്മതിച്ച് വീട്ടിൽ വന്നു, മീൻസ് മകളുടെ ഫ്ലാറ്റിന് താഴെ അവിടെ വന്നിരിക്കുമ്പോൾ ഇവരുടെ ഫോൺ എടുത്തിട്ട് GPay മാത്രം നോക്കിയപ്പോൾ ഇവരൊരു 1000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മറ്റൊരു ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ പൈസകൾ മുഴുവൻ പോയിരിക്കുന്ന റെക്കോർഡ് GPayയുടെ ഹിസ്റ്ററി എടുത്താൽ മതിയല്ലോ. ഫുള്ളി ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇതിനകത്തിരിക്കുന്നത്. ഈ ഓഫീസിൽ നിന്ന് സംസാരിച്ച് ഇവർ മുഴുവൻ കാര്യം സമ്മതിച്ചു. ഇവർ കൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതി ആലോചിക്കണം. ഇവരെ ഏതോ അജ്ഞാത കേന്ദ്രത്തിലോട്ട് തട്ടിക്കൊണ്ടുപോയി കുറ്റം ചെയ്ത് പിടിക്കപ്പെടുകയോ മറ്റോ ചെയ്യുമ്പോൾ ജാതി കാർഡും മറ്റൊക്കെ അവതരിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ വേടൻ്റെ കാര്യത്തിൽ നമ്മളത് കണ്ടതാണ് അല്ലേ. ഇപ്പോൾ കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് സംശയം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നോക്കൂ, ഇവിടെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഇപ്പോൾ ദിയ കൃഷ്ണകുമാറിൻ്റെ കാര്യത്തിൽ കൃഷ്ണകുമാർ സ്വന്തം മകളുടെ പക്ഷം ചേരുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ കൃത്യമായും ഈ പറയുന്ന തൊഴിലാളികൾ അവിടെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായി അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു എന്താ പറയുക, കെടുകാര്യസ്ഥതയുടെ കൂടെ ഫലമായിട്ടുണ്ടായതാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അതവർ പറയുന്നു. അവരത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം അവർ തിരിച്ചു പിടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാ ആളുകളും ചെയ്യുന്നത് തന്നെയല്ലേ, അത് തന്നെയല്ലേ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ടും നമ്മുടെ പിടിയിൽ നിൽക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ നിയമപരമായി നേരിടേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും അത് നിയമപരമായി തന്നെ നേരിടുകയും വേണം. ആളുകളെ അധിക്ഷേപിക്കലോ ജാതി പറയലോ ഒന്നും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോപ്പർ വഴിയല്ല. തീർച്ചയായിട്ടും അത് കുറ്റകരം തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവർ ഇനി ജാതീയത പറയുകയോ അത്തരത്തിൽ അവരെ പുലഭ്യം പറയുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ, എന്നാൽ കൃത്യമായ എവിഡൻസുകൾ മുന്നിലുള്ളപ്പോൾ ഈ കുറ്റവാളികളെ കൃത്യമായി അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നിട്ടുണ്ട്. എവിടെ നിന്ന് പണം വരുന്നു? ഈ പറയുന്ന തൊഴിലാളികളിൽ ഒരുത്തി പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഗൾഫിൽ നിന്ന് 1.5 ലക്ഷവും 2 ലക്ഷമൊക്കെ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കും, കിട്ടുന്ന മുറയ്ക്ക് അയക്കുമെന്ന് അല്ലേ. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ് ചർച്ച. അപ്പോൾ വല്ലാത്തൊരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. കാരണം ജാതി പറഞ്ഞ് നിങ്ങൾ ഈ ജാതീയത കാർഡ് അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള കാർഡുകൾ ഇറക്കി കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത തലമുറയിൽ അല്ലെങ്കിൽ പുതുതായി വളർന്നു വരുന്ന തലമുറയിൽ ഇത്തരത്തിൽ ഒരു ജോലി സാധ്യത തേടി ചെല്ലുന്ന ആളുകൾ, അതിപ്പോൾ സവർണനാവാം അവർണനാവാം ഏതെങ്കിലും തരത്തിലുള്ള ഉയർന്ന ജാതിക്കാർ അല്ലേ, ഇവരുടെയൊക്കെ മുമ്പിലേക്ക് നിങ്ങളുടെ ജാതി പറഞ്ഞുകൊണ്ടാണോ ജോലിക്ക് ചെല്ലുന്നത്? ഒരിക്കലുമല്ല. അത്തരത്തിലുള്ള ഒരു കണ്ണിൽ നിങ്ങളെ കാണാൻ നിങ്ങൾ തന്നെ കാരണമാകരുത്. പുതിയ തലമുറയ്ക്ക് പോലും നിങ്ങൾ ഈ പറഞ്ഞ തരത്തിൽ വലിയ ഭീഷണിയാണ് നൽകുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രബുദ്ധരായ മലയാളികൾക്ക് അനുവദിച്ച് നൽകാനാവുന്ന ഒന്നേ അല്ല എന്ന് കൃത്യമായും പറയേണ്ടതുണ്ട്. അതിവിടെ പറയുന്നത് മാത്രം. കൃത്യമായും കൃഷ്ണകുമാറിൻ്റെ മകളുടെ പണം, ആ ഒരു ഷോപ്പിലെ പണം ഈ 3 പേർ തട്ടിയെടുത്തു എന്നുള്ളതിന് ജീവിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളും മറ്റും. പോലീസ് ഇതിൽ അനാസ്ഥ കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിയമപരമായ സംവിധാനങ്ങൾ ഇതിൽ പരാജയപ്പെട്ടോ എന്നുള്ളതൊക്കെ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കാലത്ത് ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ എത്രയോ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് കഥ അല്ലേ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം, കുറ്റവാളികളെ പിടികൂടുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം.